ദൈവനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ പ്രത്യേകമായ പഠന പരമ്പരയുടെ 100ാമത്തെ അവതരണത്തിലാണ് റോമർക്ക് എഴുതിയ ലേഖനം. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനുഷ്യവർഗത്തിൻ്റെ അനുഗ്രഹത്തിനായി വെളിപ്പെടുത്തിയ ഏറ്റവും ഉദാത്തമായ ഒരു ശ്രേഷ്ഠ ലേഖനമാണ് റോമാലേഖനം. പാപത്തിലകപ്പെട്ടു പോയ മനുഷ്യനെ ദൈവം തൻ്റെ മുമ്പിൽ നീതിമാന്മാരായി നിർത്തുന്നതിന് മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നീതീകരിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വളരെ ഈടുറ്റതായ ഒരു ലേഖനമാണ് റോമർക്ക് ലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള പഠനത്തിൻ്റെ 100ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ശരിയാണ്, നമ്മൾ 5ാം അധ്യായത്തിൽ എത്തിയിട്ടേ ഉള്ളൂ. 16 അധ്യായങ്ങളുള്ള ഈ പുസ്തക പഠനം ദീർഘമേറിയൊരു യാത്രയാണ്. കാരണം നാം പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിശ്ചയമുള്ളവരായിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ നാം 5ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വേദഭാഗത്തിൽ നീതീകരിക്കപ്പെട്ടതിൻ്റെതായ എഫക്റ്റ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന വിഷയം പഠിക്കുമ്പോൾ രക്ഷയുടെ 3 ഘട്ടങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ്. ഭൂതം, വർത്തമാനം, ഭാവി. ഈ 3 ഘട്ടങ്ങൾ. അതിൽ ഭൂതകാലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് നാം രക്ഷ പ്രാപിച്ചു നീതീകരണത്തിലൂടെ. വർത്തമാനകാലത്തിൽ പാപമെന്ന പ്രവർത്തനം അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിശീലനം, പ്രായോഗികമായതിൻ്റെ പ്രാക്ടീസ്, അതിൽ നിന്നുള്ള രക്ഷ. ഭാവിയിലേക്ക് നീതീകരണത്തിൽ ഈ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഉള്ള രക്ഷ, അതായത് സ്വർഗത്തിലെത്തുന്ന അവസ്ഥ. അപ്പം രക്ഷയുടെ 3 ഘട്ടങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നാം രക്ഷയുടെ ഭൂതകാല അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവിനെ കൂടാതെയുള്ള മനുഷ്യൻ്റെ ആത്മീക നില എന്തായിരുന്നു? കർത്താവ് യേശുവിനെ സ്വീകരിക്കാത്ത, വിശ്വസിക്കാത്ത, അംഗീകരിക്കാത്ത, ക്രിസ്തുവിനോട് ചേർന്നിട്ടില്ലാത്തൊരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? നമ്മൾ നല്ല വേഷമൊക്കെ കെട്ടി, നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി, നല്ല സമ്പത്തൊക്കെ ഉണ്ടാക്കി, നല്ല മാളികളൊക്കെ പണിത് സുഖസമൃദ്ധിയോടുകൂടി കുടുംബമായി ജീവിക്കുന്നുണ്ടാകാം. പക്ഷേ കർത്താവ് യേശു ക്രിസ്തു ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ വാസ്തവത്തിൽ ആത്മീകമായ അവസ്ഥ എന്താണ്? എല്ലാ മനുഷ്യരും ആത്മീകമായി ജീവിക്കാൻ കടപ്പെട്ടവരാണ്. ഈ ലോകപ്രകാരമുള്ള ഭൗതികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളവനല്ല. മനുഷ്യൻ്റെ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കേണ്ടത്. അപ്പോൾ ഒരു ആത്മീക ജീവിതം മനുഷ്യനുണ്ട്. കർത്താവ് യേശുവിനെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തിയുടെ ആത്മീക അവസ്ഥ എന്താണെന്ന് 4 വാക്കുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഉപയോഗിച്ച്. 1, അവൻ ബലഹീനനാണ്. കർത്താവ് യേശുവിനെ സ്വീകരിക്കാത്ത മനുഷ്യൻ ബലഹീനനാണ്, അവൻ ജീവിതത്തിൽ തോറ്റുപോകും. 2, അവൻ്റെ അവസ്ഥ അവൻ അഭക്തനാണ്. അതായത് ദൈവത്തെക്കുറിച്ച് ബഹുമാനമോ ആദരവോ ആരാധനയോ ഒന്നുമില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥയാണ്. അതാണ് ആ മനുഷ്യൻ. ദൈവമില്ലാത്ത, ക്രിസ്തുവില്ലാത്ത മനുഷ്യൻ അഭക്തനാണ്. 3, അവൻ പാപിയാണ്. ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിന്ന് താഴെ വീണുപോയ അവസ്ഥ, പരാജയപ്പെട്ട ജീവിതമാണ്. 4, കഠിനമായൊരു വാക്കുപയോഗിച്ച് ശത്രുവാണ്. ദൈവത്തിന് എതിർവശത്ത് നിൽക്കുന്ന ശത്രുവാണ് ക്രിസ്തുവിനെ കൂടാതെയുള്ള മനുഷ്യൻ. അപ്പോൾ ഈ 4 വാക്കുകൾ നമ്മൾ കണ്ടു. നിസ്സഹായൻ അഥവാ ബലഹീനൻ, അഭക്തൻ, പാപി, ശത്രു. ഇത് നല്ല വാക്കുകളല്ല, അഭിനന്ദനം അർഹിക്കുന്ന പ്രശംസനീയമായ പദങ്ങളല്ല ഇതൊന്നും. എന്നിട്ടും കർത്താവ് അല്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിച്ചു. എന്നിട്ട് ദൈവം നമ്മെ സ്നേഹിക്കുക മാത്രമല്ല, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചു തന്നു. കാരണം ദൈവം ആര് എന്നുള്ളത് കൊണ്ട്, നമ്മുടെ കഴിവും ഗുണമോ അല്ല അത്. ദൈവം ആര് എന്നുള്ളത് കൊണ്ടാണ് ദൈവം ഉദാത്തമായ ശുശ്രൂഷ ചെയ്തത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ കണ്ടു, പലതവണ നമ്മൾ കേട്ടു, നൽകപ്പെടുന്ന ദാനത്തിൻ്റെ വില, കൂടാതെ അത് സ്വീകരിക്കുന്ന ഗുണഭോക്താവായ മനുഷ്യൻ്റെ അയോഗ്യത, അർഹതയില്ലായ്മ, ആ ദാനത്തിൻ്റെ പിന്നിലുള്ള പ്രേരക ഘടകം ആ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കാണിക്കുകയാണ്. ഇവിടെ നൽകിത്തന്ന വ്യക്തിയുടെ ആ വലിയ മനോഭാവത്തെ കാണിക്കുകയാണ്. അതായത് സ്വീകരിപ്പാൻ ഒരു അർഹതയുമില്ല. ഈ രക്ഷ അനുഭവിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ ഒരു അർഹതയുമില്ല. മാത്രമല്ല ഈ അനുഗ്രഹം, ഈ ദാനം നൽകുന്ന വ്യക്തിക്ക് ഈ ദാനം നൽകുന്നതിലൂടെ വരുന്നതായ വലിയൊരു വിലയുണ്ട്, കൊടുക്കുന്നൊരു വിലയുണ്ട്. സ്വന്തം പുത്രനെ, അതിനേക്കാളും വിലയുള്ളതൊന്നുമില്ല. ആ പുത്രനെ നമുക്ക് നൽകുന്ന, ഏറ്റവും വിലയുള്ള പുത്രനെ നമുക്ക് നൽകിത്തന്നു, അതും അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത ഗുണഭോക്തരായ നമുക്ക്. അപ്പോൾ ആ ദാനത്തിൻ്റെ വലിപ്പം എന്താണ്? അത് നൽകിത്തന്ന ആ ദാതാവിൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം, വിശാലത എത്ര വലുതാണ്. അപ്പോൾ ആ മാനദണ്ഡം വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ക്രിസ്തുവിലൂടെ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം ഉദാത്തമാണ്, അനുപമമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിസ്മയകരമായ പ്രകൃതി അതിൻ്റെ ഈ റോമലേഖനം 5ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ കാണാൻ കഴിയും. 7-8 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം.
ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഇപ്പോൾ 7-8 വാക്യങ്ങൾ. ഇപ്പോൾ പലരും ഇങ്ങനെ വ്യാകുലപ്പെടാറുണ്ട്, അസ്വസ്ഥരാകാറുണ്ട്. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നീതിമാൻ ഗുണവാൻ എന്ന് പറയുന്ന 2 വാക്കുകൾ തമ്മിൽ? 2 അവസ്ഥകൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തായിരിക്കും വ്യത്യാസം? ചിലർ പറയുന്ന അതിൽ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം പൗലോസ് തെർത്തോസ് എന്ന് പറയുന്ന ആ എഴുത്തുകാരനെ കൊണ്ട് ഇത് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുമ്പോൾ ആ വ്യക്തി ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി ഒന്ന് എഴുതി ചേർത്തത് മാത്രമാണ് 2 പേര്, 2 അവസ്ഥകൾ എന്ന് ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചിലരുടെ ധാരണ. പക്ഷേ മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഈ 2 പദങ്ങൾ തമ്മിലുണ്ടാകാം. ഒന്ന് നീതിമാൻ, മറ്റൊന്ന് ഗുണവാൻ. ഇപ്പോൾ നീതിമാൻ എന്ന് പറഞ്ഞാൽ നീതിയുള്ളൊരു ജീവിതം ജീവിക്കുന്ന മനുഷ്യൻ. പക്ഷെ എല്ലാവർക്കും അവരെ ഇഷ്ടമല്ല. നീതിമാനായി ജീവിക്കുന്ന മനുഷ്യനെ അവൻ്റെ ചുറ്റുമുള്ള സമൂഹം ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. അവരവസ്ഥയായിരിക്കാം. ഒരു കൊച്ചുകുട്ടി ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: ദൈവമേ, ലോകത്തിലെ ദുഷ്ടരായ എല്ലാ മനുഷ്യരെയും നല്ലവരാക്കണമേ, നല്ലവരായ എല്ലാ മനുഷ്യരെയും കൂടുതൽ നല്ല ഗുണമുള്ളവരാക്കി മാറ്റണമേ, കൊള്ളാകുന്നവരാക്കി മാറ്റണമേ എന്നാ കുട്ടി പ്രാർത്ഥിച്ചതുപോലെ. ഇപ്പം ലോകത്തിൽ നല്ലവരായിട്ടുള്ള എല്ലാവരും കൊള്ളാകുന്നവരാകണമെന്നില്ല. അങ്ങനെയല്ല പലപ്പോഴും പൗലോസിൻ്റെ പ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യത്യാസം പൗലോസ് ഉദ്ദേശിച്ചിട്ടുണ്ടോ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും, നല്ലവരായിട്ടുള്ളവർ ചിലപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരും സ്നേഹിക്കണമെന്നില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്: നീതിമാന് വേണ്ടി പക്ഷേ ആരും മരിക്കാൻ തയ്യാറാകില്ല. പക്ഷെ ഗുണവാന് വേണ്ടി മരിച്ചാൽ എന്തെങ്കിലും ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് തയ്യാറായെന്ന് വരാം. അപ്പോൾ ഈ വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ചിന്ത ഈ വാക്കുകളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. അതിൻ്റെ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കണ്ട. പൗലോസിൻ്റെ ചിന്ത എന്താണ്? പൗലോസ് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ചില മനുഷ്യർ മറ്റുള്ളവർക്കിട്ട് ജീവൻ കൊടുക്കാൻ തയ്യാറാകും ഗുണമുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് സൈനിക സേവനം ചെയ്യുന്നവർ ഒരു കടപ്പാടെന്ന പോലെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും രാജ്യത്തോടുമുള്ള കടപ്പാടെന്ന പോലെ അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാകും, സ്നേഹിക്കാൻ തയ്യാറാകും. ഇങ്ങനെയുള്ള പല ഉദാഹരണം നമുക്കറിയാം. കുളത്തിൽ വീണ ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് എടുത്തിയാടി, കിണറ്റിൽ വീണ ഭർത്താവിനെ രക്ഷിക്കാൻ ഭാര്യ എടുത്തിയാടി, മക്കളെ രക്ഷിക്കാൻ അപ്പനെടുത്തിയാടി. ജീവൻ പോയി. കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മറ്റു കൂട്ടുകാരൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള പല വാർത്തകൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഇവിടെ 8ാമത്തെ വാക്യം ശ്രദ്ധിച്ച് വായിക്കാം. ഇംഗ്ലീഷിൽ വളരെ മനോഹരമായൊരു വാക്കുണ്ട് അവിടെ. മലയാളത്തിൽ നമുക്ക് വായിച്ചാൽ: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഗോഡ് ഹിസ് ഓൺ ലവ്, തൻ്റേതായ സ്നേഹം എന്നാണ് ഇംഗ്ലീഷിലെ വാക്കതാണ്. ഗോഡ് ഡെമോൺസ്ട്രേറ്റഡ് ഹിസ് ഓൺ ലവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ മാത്രം സ്നേഹം, ദൈവത്തിന് മാത്രം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സ്നേഹമുണ്ട്, അഗാപ്പെ സ്നേഹം. അതാണ് അവിടെ ഇംഗ്ലീഷ് ഉപയോഗിച്ച വാക്ക്. ദൈവത്തിൻ്റെ സ്വന്തം സ്നേഹം, ദൈവത്തിന് മാത്രമുള്ള സ്നേഹം, മാനുഷിക സ്നേഹത്തിൽ നിന്ന് വിരുദ്ധമായ സ്നേഹം, മനുഷ്യൻ്റെ സ്നേഹത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട വേർപെട്ട സ്നേഹം. മനുഷ്യൻ്റെ സ്നേഹം നമ്മെ സ്നേഹിക്കുന്നവരെ നാം തിരിച്ച് സ്നേഹിക്കും. അവർക്ക് വേണ്ടി നമ്മൾ എന്തിനും തയ്യാറാകും. നമുക്ക് ഗുണമുള്ളവർക്ക് വേണ്ടി നാം മരിക്കാൻ വരെ തയ്യാറാകാം. പക്ഷെ ദൈവം സ്നേഹിച്ചത് ഒരു പ്രത്യേകതര സ്നേഹമാണ്. ഹിസ് ഓൺ ലവ്, തൻ്റെ സ്വന്തം സ്നേഹം. ആ സ്നേഹമാണ് ക്രിസ്തുവിനെ നൽകിത്തന്നുകൊണ്ട് കാണിച്ചു തന്നത്. തൻ്റെ സ്വന്തം പുത്രനെ നൽകിത്തന്ന സ്നേഹം. അതിലും അപ്പുറമായി ചിന്തിക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 10-30 വാക്യത്തിൽ ഇങ്ങനെയൊരു പ്രയോഗം നമുക്കറിയാം. യോഹന്നാൻ്റെ സുവിശേഷം 10-30 വാക്യത്തിൽ ക്രിസ്തു പ്രകാരം പറയുകയുണ്ടായി. ഇവിടെ കർത്താവ് പറഞ്ഞത്: ഞാനും പിതാവും ഒന്നാകുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് പറയുന്ന ആ വെളിപ്പെടുത്തലിൽ അടങ്ങുന്നൊരു സത്യമുണ്ട്. പിതാവും പുത്രനും ഒന്നാകുന്നു പറയുമ്പോൾ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു കാര്യത്തിൽ കർമ്മത്തിൽ ഇടപെടുമ്പോൾ മറ്റേ വ്യക്തി ഇടപെടുകയാണ്, മറ്റേ വ്യക്തിയും അതിൽ ഉൾപ്പെടുകയാണ്, മറ്റേ വ്യക്തിയും അതിൽ സന്നിഹിതനാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാപത്തിൻ്റെ പ്രായശ്ചിത്തത്തിനായിട്ട് നൽകിത്തരുമ്പോൾ ദൈവവും തന്നെ നൽകുകയാണ്. ദൈവമാണ് തന്നെ. അതുകൊണ്ടായിരിക്കാം പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് പ്രവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം: ദൈവം തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പം ദൈവം തന്നെ നൽകുകയാണ്. ഇവിടെ ശരിക്കും യവന ഭാഷയിലെ, എൻ്റെ മൂലഭാഷയിലെ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നത് വർത്തമാനകാലത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്നും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു.
ദൈവം തൻ്റെ ജനത്തോട് സ്നേഹം നിരന്തരം പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, എന്നും പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അർത്ഥത്തിലാണ്. അപ്പം നമ്മുടെ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹവും ഒരു വലിയ വ്യത്യാസമുണ്ട്, ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. 8-ാം വാക്യത്തിൽ പറയുന്നതാണ്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാതലായ ഭാഗം. നാം പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് നാം ഭക്തരായിരുന്നപ്പോഴല്ല. നാം ഭക്തരല്ല. 6-ാം വാക്യത്തിൽ അഭക്തർക്ക് വേണ്ടിയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് നാം ദൈവം ആഗ്രഹിച്ച നിലവാരത്തിൽ നിന്നപ്പോഴല്ല, നാം പാപികളായിരുന്നപ്പോഴാണ്, നിലവാരത്തിൽ നിന്ന് വീണുപോയപ്പോഴാണ്. ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചത് നാം സുഹൃത്തുക്കളായിരുന്നത് കൊണ്ടല്ല, നാം ശത്രുക്കളായതുകൊണ്ടാണ്. സുഹൃത്തുക്കൾക്ക് വേണ്ടി ചിലപ്പോൾ മരിക്കുന്നവരുണ്ടാകാം, പക്ഷെ ശത്രുവിന് വേണ്ടി മരിക്കുക, അഭക്തന് വേണ്ടി മരിക്കുക, പരാജയപ്പെട്ടതിന് വേണ്ടി മരിക്കുക, അത് ദുർലഭമാണ്, അത് സംഭവിക്കാറില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മാത്രം സ്നേഹമാണ്. ഇത് വളരെ വിസ്മയകരമാണ്, അതിശയിപ്പിക്കുന്നതാണ്. ഇത് ഉറക്കെ വിളിച്ച് പറയേണ്ടതാണ്. ഇത് ഓരോ ചെവികളിലേക്കും മന്ത്രിക്കേണ്ടതാണ്. വലിയ അക്ഷരത്തിൽ എഴുതേണ്ടതാണ്. പ്രത്യേക അക്ഷരത്തിൽ പരാമർശിക്കേണ്ടതാണ്. ഭയഭക്തിപൂർവം വിളിച്ചു പറയേണ്ടതാണ്. ഇത് വെറും നേരം പോക്കിൻ്റെ വിഷയമല്ല. ഇത് സന്തോഷത്തോടെയാണ് പ്രതിപാദിക്കേണ്ടത്. ഇത് സങ്കടത്തിൻ്റെ വിഷയമല്ല. ഇത് നിശ്ചയത്തോടെ പ്രസ്താവിക്കണം. കാരണം ഇത് അസന്നിഗ്ധമായൊരു വസ്തുതയാണ്. ഇത് പരമാർത്ഥതയോടെ വേണം മറ്റോട് സംസാരിക്കാൻ. നമ്മുടെ ജീവിതത്തിലെ സ്വാധീനിക്കുന്ന, നമ്മുടെ പ്രാണനെ തൊടുന്ന എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ആ സത്യം ഇതാണ്. അഭക്തി നിറഞ്ഞ ജീവിതങ്ങളുള്ളിടത്ത് ഇത് സംസാരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ഇത് പറയണം. മ്ലേച്ഛതകളുടെ കൂടാരങ്ങളിൽ, സങ്കേതങ്ങളിൽ ഇത് അറിയിക്കണം. ജയിലിൽ കിടക്കുന്നവരോട് പറയണം. രോഗക്കിടക്കയിൽ കിടക്കുന്നവരോട് ഇത് അറിയിച്ചു കൊടുക്കണം. ക്രിസ്തു അഭക്തന് വേണ്ടി, പാപിക്ക് വേണ്ടി, ബലഹീനന് വേണ്ടി, ശത്രുവിന് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു മരണം വരിച്ചു. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്രകാരമുള്ള സ്നേഹം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് പരിചയമുള്ള സ്നേഹമല്ല ഇത്. നമുക്ക് ഇഷ്ടമുള്ളവരെ, ഗുണമുള്ളവരെ, സഹായിച്ചവരെയൊക്കെ നമുക്ക് കൂടുതൽ അവർക്ക് വേണ്ടി ത്യാഗം ചെയ്തെന്ന് വരും. ഉദാഹരണത്തിന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, എൻ്റെ ഭാര്യ മരിച്ചു പോയതാണെങ്കിൽ പോലും എന്നോട് ചോദിക്കുകയാണ്, താങ്കളുടെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു? ഞാൻ പറയുകയാണ്, തീർച്ചയായും സ്നേഹിച്ചിരുന്നു. അവൾ നല്ലവളായിരുന്നു, ദയയുള്ളവളായിരുന്നു, സ്നേഹമുള്ളവളായിരുന്നു, സേവന മനസ്ഥിതിയുള്ളവരായിരുന്നു, എന്നോടൊപ്പം കൂടെ നിന്ന് പോരാടിയവളാണ്. അവളുടെ പുഞ്ചിരി വളരെ മനോഹരമായിരുന്നു. അവൾ എനിക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചു, എല്ലാ ദിവസവും എനിക്ക് വേണ്ടി കരുതി എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടറിയാം എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചതെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകും. നേരെ മറിച്ച് എന്നോട് നിങ്ങൾ ചോദിക്കുന്നത്, താങ്കളുടെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചിരുന്നു. അവൾ ദുഷ്ടയായിരുന്നു, നീചയായിരുന്നു, വൃത്തികെട്ടവളായിരുന്നു. എന്നെ ഏതൊക്കെ തരത്തിൽ ഉപദ്രവിക്കാമോ ആ തരത്തിലേക്ക് ഉപദ്രവിച്ച് മറ്റുള്ള മുമ്പിൽ എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞു. സത്യമല്ലാത്ത കാര്യങ്ങൾ പലരോടും വിളിച്ച് പറഞ്ഞു. എന്നെ എല്ലാ തരത്തിലും അപമാനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ തരം താഴ്ത്തി. എന്നിട്ട് ഞാൻ അവളെ സ്നേഹിച്ചു. ഇതൊരു പക്ഷേ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും. ഇത്രമാത്രം എന്നോട്, ഉദാഹരണം പറഞ്ഞതാണ്, ഇത്രമാത്രം എന്നോട് പെരുമാറിയിട്ടും നീചമായി, മോശമായി, എന്നെ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചിട്ടും ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതുതന്നെയാണ് ദൈവം ചെയ്തത്. ഇതിനേക്കാളും വലിയ അർത്ഥത്തിൽ, വിശാലമായ, വിശുദ്ധമായ, ആഴമുള്ള പരിശുദ്ധിയുടെ അവസ്ഥയിൽ നമ്മൾ ആരായിരുന്നു? ബലഹീനർ, പാപികൾ, അഭക്തർ, ശത്രുക്കൾ. അങ്ങനെയുള്ള നമ്മെയാണ് ദൈവം സ്നേഹിച്ചത്. നമ്മളിന്നൊരു ഗുണം കിട്ടാനല്ല, നമ്മൾ എന്തെങ്കിലും ആകർഷണീയമായ എന്തെങ്കിലും അവസ്ഥയുണ്ടായിട്ടല്ല. ദൈവം ആരാണ് എന്നതുകൊണ്ട് ദൈവസ്നേഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവം ആ സ്നേഹം നമുക്ക് പ്രദർശിപ്പിച്ച് കാണിച്ചു തന്നു. ഇങ്ങനെയുള്ള നമ്മെയാണ് ദൈവം സ്നേഹിച്ചത്, ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ സത്യമാണിത്. അതുകൊണ്ടാണ് നാം പറഞ്ഞത്, പരാമർശിക്കേണ്ടത് ഉറക്കെ വിളിച്ച് പറയണം. എല്ലാ മനുഷ്യരും കേൾക്കേണ്ട സത്യമാണ്, എല്ലാവരെയും സ്വാധീനിക്കുന്ന സത്യമാണ്. ഇത്രമാത്രം തരം താഴ്ന്ന ജീവിതത്തിൽ കിടന്ന് എന്നെ ദൈവം സ്നേഹിച്ചു. ഒരാവശ്യമില്ല ദൈവത്തിന്, കാരണം ദൈവം സ്നേഹമാണ്. അതാണ് ഇവിടെ റോമലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ.
നാം പാപികളായിരിക്കും. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചതിന് ശേഷമല്ല. നാം വളരെ വൃത്തികെട്ട മ്ലേച്ഛമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ, മറ്റെല്ലാവരും പുച്ഛിച്ച് അപമാനിച്ച് കളിയാക്കുന്ന നിലവാരത്തിൽ നമ്മൾ തകർന്നടിച്ച് കിടക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്, ഞാൻ എൻ്റെ സ്നേഹം നിൻ്റെ മേൽ പകരുകയാണ്. അപ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് സ്നേഹം കാണിച്ചത്? നമുക്ക് വേണ്ടി മരിക്കയാൽ, നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്തു, നമ്മുടെ സ്ഥാനം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, നമ്മൾ സ്നേഹിച്ചില്ല. ശത്രുവായിരുന്നു, അഭക്തരായിരുന്നു, ബലഹീനരാണ്, പരാജയപ്പെട്ടവരാണ്, തോൽവിയായിരുന്നു. എന്നിട്ട് ദൈവം എന്നെ സ്നേഹിച്ചു, നിങ്ങളെ സ്നേഹിച്ചു. അപ്പം നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. മനസ്സിൽ കൊണ്ട് നടന്നില്ല. സ്നേഹം പ്രദർശിപ്പിക്കണം. സ്നേഹം ആരെയാണോ സ്നേഹിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ കഴിയണം. ഉള്ളിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. മരണത്തിന് ശേഷമല്ല നമ്മൾ നിലവിളിക്കേണ്ടത്. എനിക്ക് ആ വ്യക്തിയോട് എത്രമാത്രം സ്നേഹമായിരുന്നു. ജീവനോടിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം, എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ആ വ്യക്തിയുടെ സ്നേഹത്തിൻ്റെ പാത്രമാണ്. അത് അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കും. അപ്പോൾ ഇതാണ് ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹം. നമുക്ക് തുടരാം. അടുത്ത ദിവസം അടുത്ത അവതരണത്തിൽ 100ാമത്തെ അവതരണമാണ് നാം ഇന്ന് എത്തിച്ചേർന്നത്. റോമലേഖനം 5-ാം അധ്യായം. ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.